ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാനത് ചെയ്തു എന്നത് സത്യമാണ്. എന്നെ ശിക്ഷിച്ചതിൽ എനിക്ക് ദുഃഖമില്ല. ഒന്നോർക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഇനി 5 വർഷം കഴിഞ്ഞ് എൽസിയെ കാണാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ വർഷങ്ങൾ എണ്ണം ചെയ്യാൻ നിന്നോടാരാ പറഞ്ഞു? നമുക്കിനി അപ്പീൽ കൊടുത്തൂടെ? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇഷ്ടത്തിനെതിരായി എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. 2 ജാതിക്കാരായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാരും ഇതിനെതിരായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. എൽസിയുടെ ദുഃഖം മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അളിയ, നിന്നോട് മാത്രമേ എനിക്കിതൊക്കെ പറയാൻ പറ്റൂ. വല്ലപ്പോഴുമൊക്കെ സമയം കിട്ടുമ്പോൾ അവിടെ പോയി, വേറൊന്നും കൊണ്ടല്ല, അവൾ ആകപ്പാടെ ഒരു പേടിച്ചു തോന്നിയാണ്. ഒരു ധൈര്യം കൊടുത്താൽ മതി. അക്കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകാം. എൽസിയെ കണ്ട് സമാധാനിപ്പിക്കുകയും ചെയ്യാം. നീ ഇവിടെ നിന്ന് സമാധാനമായിട്ടിരുന്നാൽ മാത്രം മതി. എന്നാൽ പോട്ടെ അളിയ. ആ, ഞാനിപ്പോ വരാം. ഇത്ര വൈകിയതുകൊണ്ട് ഞാനിന്ന് വരണ്ടെന്ന് വിചാരിച്ചതാണ്. വരൂ. എൽസിക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയുമെന്നറിയില്ല. എന്റെ വിവാഹത്തിന് കാരണം തന്നെ അവനാണ്. സത്യം പറഞ്ഞാൽ അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. എനിക്കാരുമില്ല. എന്റെ വീട്ടുകാരോ ചേട്ടന്റെ വീട്ടുകാരോ ആരുമില്ല. അങ്ങനൊന്നും വിചാരിക്കണ്ട. ഞങ്ങളൊക്കെ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്. ഇനി ഞാൻ വരുമ്പോ എന്റെ ഭാര്യയും കൂടിയിട്ട് വരാം. എൽസി ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്കിരുന്ന് വല്ലതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. നമ്മൾ എന്തായാലും അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. വേണ്ട, ഇത്രയും വൈകില്ലേ. ഞാൻ ഇനിയും വരാം. എന്താ ഇത്രയും വൈകിയേ? കുട്ടാ, ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, ഇതെന്നും പറയുന്നതാ, അവസാനം ഒന്നും പറയത്തില്ല. ഇതങ്ങനല്ല, ഇതൊരു വലിയ കഥയടി. ഇന്ന് ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. സിനിമ കഥ പോലെ. സിനിമ കഥയോ? ആ, അല്പ സമയമെടുത്തത് പറയാനൊക്കെ. നീ ഇങ്ങോട്ടിരി. അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന്റെ കാര്യമേ. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇയാളെ ഇങ്ങനെ കണ്ടുമുട്ടുന്നു. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അയ്യോ, ഗോപിപ്പിള്ളയെടുത്ത് IJPC പോകുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി പെട്ടെന്ന് പറഞ്ഞിട്ട് വരാം. ഡ്രസ് ഒന്ന് മാറട്ടെ. പോയി വന്നിട്ട് കഥ ബ്രേക്ക് ഇല്ലാതെ തുടരാം. ആരാണത്? ഏത് വേണത്? അയ്യോ ഭഗവാനെ, അയ്യോ സാറ്, എന്റെ 30 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരു ഇൻസ്പെക്ടർ ഉണ്ട് എന്റെ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാ. ഗോപിപ്പിള്ള വൈകുന്നേരം കാര്യമായിട്ടൊന്നും എനിക്ക് മറ്റുണ്ടല്ലോ. ഞാൻ പുഷ്പേ, ആരാ വന്നിരിക്കുന്ന ഒരു കസട കൊടുത്തോടി നായിന്റെ മക്കള്. എന്തിനാ ഗോപിപ്പിള്ള അസഭ്യം പറയുന്നത്? നല്ല ഭാഷ പറഞ്ഞോളൂ. അത് എന്റെ തെറ്റല്ല സാർ. 10-30 വർഷമായിട്ട് ഡിപ്പാർട്ട്മെന്റ് പഠിപ്പിച്ച ഭാഷയാ. അല്ലെ പോലീസുകാരന്റെ ഭാഷയ്ക്ക് മാന്യത ഉണ്ടായിട്ടെന്താ കാര്യം? അവൻ എവിടെയാ ഒരു വില? ഇന്നാണ് ഞാൻ വെറുതെ ആ സിനിമാ കുട്ടക വരെ ഒന്ന് പോയതാ. അയ്യോ സാർ, ഇങ്ങോട്ട് ഇരുന്ന. ഇന്നാണ് ഞാൻ ആ സിനിമ എന്നാണ് ആനങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഇന്നാള് ചുമ്മാ സിനിമാ തിയേറ്ററിൽ ഒന്ന് പോയി. ചെന്നപ്പോ കള്ളനെ പോലീസ് പിടിക്കുന്നത് ആ രംഗം. കള്ളനെ പിടിക്കുന്നതിനിടയിൽ പോലീസ് 4 തവണ അവന്ന് വീണാലേ ആൾക്കാർ ചിരിക്കത്തുള്ളൂ പോലും. ആ പോലീസ് ആൾക്കാർക്ക് ചിരിക്കാനുള്ളതാ. അല്ലേ, ഇപ്പൊ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഇപ്പൊക്കെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ? 50-51 കാലത്ത് നല്ല 6-6 അടി പൊക്കവും
നല്ല വിരിഞ്ഞ മാറും ഒത്ത തടിയും. ഹ! ഇപ്പൊ ഒരുമാതിരി BA-BSc പാസ്സായ കർക്കിടക ഒരു പിള്ളേരല്ലേ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു. അയ്യോ, ഉയ്. ഇല്ലില്ല ഗോപിപ്പിള്ള പറയണം. അയ്യോ, എന്നല്ല. ആ ഞാൻ വന്നത് IG ഓഫീസിൽ പോകുന്ന കാര്യം ഗോപിപ്പിള്ള പറഞ്ഞില്ലേ? അത് നാളെ തന്നെ പൊയ്ക്കുള്ളൂ. അപ്പോ രാവിലെ 6 മണിക്ക് തിരിച്ചെങ്കിൽ 10 മണിക്കുമ്പോൾ അവിടെ എത്താൻ പറ്റും. ഞാൻ വരട്ടെ. വന്നിട്ട് ഒരു ചായ പോലും കുടിച്ചില്ല. വന്ന് അന്ന് ഒരു ഗോപിപ്പിള്ള പറയാൻ സാർ ഫാമിലി ആയിട്ട് ഒരു ദിവസം വന്ന് ഇവിടെ ഊണ് കഴിക്കണം. ആരല്ല ഗോപിപ്പിള്ള, ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ? ഞാനും കൂടെ അങ്ങോട്ട് വരാം. ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാ. എന്താ ഗോപിപ്പിള്ള? അല്ല, നമ്മുടെ സെക്ഷൻ അല്ല, എന്നാലും ഞാനും സാറുമായിട്ടുള്ള ഒരു ഇരിപ്പോഷം കൊണ്ട് ചോദിക്കുക. അല്ല, നമ്മൾ നേരത്തെ പോയ വീട് ഏതാ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീടാണ്. നമ്മളിന്ന് കോടതി വെച്ച് കണ്ടില്ലേ? അവന്റെ ഭാര്യയോട് ഒറ്റയ്ക്കാണ്. അപ്പൊ ആ കുട്ടി ഒന്ന് സമാധാനിപ്പിക്കേണ്ടി വന്നു. അയാളെ ഏതാണ്ട് 5 കൊല്ലത്തേക്ക് ശിക്ഷിച്ചിരിക്കല്ലേ? അതെ. അല്ല, അപ്പോഴേ 5 വർഷവും സാറ് കൂടെ കൂടെ അവിടെ പോയിട്ട് വരുമെന്നായി പറഞ്ഞോട്ട് വരുന്നത് അല്ലേ? പോണം. മറ്റൊന്നും കൊണ്ടല്ല, ഈ പോക്കും വരവൊക്കെ സാറിന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചോണം. അതെന്താ ഗോപിപ്പിള്ള അങ്ങനെ പറഞ്ഞത്? അല്ല, സാറ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നത് 1ഉം 2ഉം പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കൊച്ചെങ്ങനെ പറഞ്ഞാൽ കൊച്ചിന്റെ മനസ്സ് വിഷമിക്കും. എന്തിന്? ഞാൻ അവളോട് എല്ലാം പറയില്ലേ? അവളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും എനിക്കില്ല ഗോപിപ്പിള്ള. അയ്യോ, എന്നാ ഇത് പറയരുത്. സാറിത് പറയുന്ന ആളാന്ന് എന്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് അങ്ങോട്ട് പറഞ്ഞത്. അല്ല, എന്താ പറഞ്ഞാൽ? പെണ്ണുങ്ങളല്ലേ സാറേ, ഈ നമ്മുടെ ഭാര്യമാരുടെ എല്ലാം അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. എന്റെ കാര്യം തന്നെ പറയാം. സാറിപ്പോ കണ്ടല്ലോ, ഇതുപോലെ 5 ബ്രാഞ്ചുകളുണ്ട് വേറെ. പക്ഷേ ഈ ബ്രാഞ്ചുകൾ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതിന്റെ ആവശ്യമില്ല. ഇവര് വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് ഓരോ ഗുണ്ടാമണ്ടിത്തരങ്ങൾ ആലോചിച്ച് മനസ്സിൽ കൂട്ടി വയ്ക്കും. അവസാനം അത് നമുക്ക് വശക്കേടാവും. നാളേക്ക് കൊള്ളാനുള്ള അടിക്ക് ഇന്നേ വടി വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ നാളെ രാവിലെ എത്തിക്കൊള്ളാം. ആ നല്ല ആളാ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട്. പറയാം. ഗോപിപ്പിള്ളയുടെ കൈ പെട്ടാൽ പെട്ടെന്ന് വരാൻ പറ്റൂ? ആ കഥയെന്ന് പറഞ്ഞേ. ഞാൻ ഇത്ര നേരം ആലോചിച്ചോണ്ടിരിക്കായിരുന്നു ആ കഥ എന്താണെന്ന്. കുട്ടാ, അത് ആ പറയൂ. കഥ എന്താന്ന് വെച്ചാല് അത് ഒരിക്കലും പറഞ്ഞാ തീരാത്ത ഒരു വലിയ കഥയാണ്. നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ആ ദിനേശിനെ ആ ഞാൻ ഇന്ന് പുള്ളിയെ കണ്ടു. എന്നിട്ട് ഞാൻ കണ്ടു. അതാണ് കഥ. ചേട്ടൻ ചുമ്മാ ഉഴപ്പുക. അതൊന്നും അല്ല കഥ. കുട്ടാ, ഞാൻ കഥ പറയാൻ പോവാ. ഞാൻ ഇപ്പൊ പറയും. പെണ്ണുങ്ങളല്ലേ സാറേ, ഈ നമ്മുടെ ഭാര്യമാരുടെ എല്ലാം അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. നാളേക്ക് കൊള്ളാനുള്ള അടിക്ക് ഇന്നേ വടി വാങ്ങിച്ചു കൊടുക്കണോ? എന്താ ചേട്ടാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാന് ഇടയ്ക്കൊന്ന് ഉണർന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. എങ്കിൽ പിന്നെ എന്തിനാ തലേണ എന്റെ അടുത്ത് വെച്ചത്? അപ്പൊ എന്തോ കള്ളമുണ്ട്. ഒന്നുമില്ലെന്നേ, ഞാനല്ലേ പറയുന്നേ. ഒരു കള്ളവുമില്ല. വാ, നോക്കണം നോക്കാം. ഇല്ല, ചേട്ടൻ എന്തോ പ്രശ്നമുണ്ട്. ഒന്നുമില്ല കുട്ടാ. ആ കടയിലുള്ള 2-3 കുപ്പി മിഠായി 4-5 നോട്ട് ബുക്കും വിറ്റാ ഞാൻ ജീവിക്കുന്നു. ഇത് വാങ്ങിക്കുന്നത് അവിടുത്തെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളേരാ. ഇവര് 3-4 പേര് സംഘം ചേർന്ന് വന്ന് അവിടെ വരുന്ന പെമ്പിള്ളേരെ കേൾക്കാൻ കൊല്ലാത്ത അസഭ്യം പറയാന്ന് വെച്ചാൽ എന്റെ കടയിൽ പിന്നെ എങ്ങനെ കച്ചവടം നടക്കും സാർ? തങ്കമസ്തക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. എന്താ തമ്പുരാട്ടി ഒരു മൈൻഡ് ഇല്ലാതെ? അവിടെ ഇരിപ്പുണ്ട് സാർ. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ? ഓ, എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ മറ്റു പലർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പഠിക്കുന്നവർക്കും മറ്റാൾക്കാർക്കും. മേലാലോടെ ഒന്നിരിക്കരുത്. ഓ, ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞാല് എവിടെ വേണമെങ്കിലും ഇരിക്കാനും സഞ്ചരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ ഉള്ളതല്ലേ സാറേ? എഴുന്നേക്കടാ.
എഴുന്നേരെ എഴുന്നേരെ. ഡേയ്, ഈ അഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടാ കേട്ടോ ഞങ്ങൾ ഈ തൊപ്പിയെടുത്ത് തലേ വെച്ചത്. ആദ്യം സ്റ്റേഷനിൽ നിന്ന് ഒരാളെ അയച്ചു, അയാൾ വന്ന് മര്യാദയ്ക്ക് സംസാരിച്ചു. ഇപ്പൊ ഞാൻ വന്ന് അല്പം മര്യാദ വിട്ട് സംസാരിച്ചു. ഇനിയും വരേണ്ടി വന്നാലുണ്ടല്ലോ, ഞങ്ങൾ സംസാരിക്കുകയില്ല, പെരുമാറേണ്ടി വരും. പോടാ പോടാ. എന്താ ഇരിക്കും, ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ലെന്നാണ്. അല്ല, എന്താ എത്ര നേരത്തെ കഞ്ഞി കുടിക്കാൻ വിചാരിച്ചത്? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എത്രയും നേരത്തെ വല്ലതും കഴിക്കുക, കിടന്നുറങ്ങ, അത്രേ ഉള്ളൂ. വല്ലതും വായിച്ചോണ്ടിരിക്കണം. എന്താ വായിക്കുന്ന ഇഷ്ടമല്ലേ? ഞാൻ വേണമെങ്കിൽ വരുമ്പോ വല്ല മാഗസിനോട്ടോ വായിച്ചോണ്ടിരാം. വായിക്കാനുള്ള മനസ്ഥിതി അല്ലല്ലോ ഇപ്പോഴെനിക്കുള്ളത്. അതിനൊക്കെ കൊണ്ട് എന്തോ ഉണ്ടായ ഇവിടെ? ആ, ഇത് കേട്ടാ തോന്നും ഇത് ഒന്നുമില്ലല്ലോ. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രശ്നങ്ങൾ കാണുന്നവരല്ലേ ഞങ്ങൾ. ഇന്നലെ അവനെ പോയി കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. എന്നോട് പറഞ്ഞു ഇനി എവിടെ ചെല്ലണ്ടെന്ന്. എന്താ ഇത്? എൽസി പഠിപ്പുള്ള കുട്ടിയല്ലേ, എന്താ മനസ്സിലാക്കാത്തത്? കൂടെ കൂടെ അവിടെ ചെല്ലുമ്പോൾ ഇനി എൽസിക്ക് ക്ഷീണമാകുമെന്ന് കരുതി പറഞ്ഞായിരിക്കും. ശരി, ഞാൻ കമ്പനിക്ക് വേണ്ടി ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ പോവാം. ദേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ എൽസി ഇപ്പൊ കരഞ്ഞു നിർത്തണം. ആ, ഞാനിപ്പോ വന്നത് എനിക്ക് പരിചയമുള്ള ഒരു നല്ല അഡ്വക്കേറ്റ് ഉണ്ട്. നമുക്ക് ഏതായാലും അപ്പീൽ കൊടുക്കാം. ഞാനിതിന്റെ ഏകദേശം രൂപമൊക്കെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ചില പേപ്പേഴ്സ് ഒക്കെ ഒന്ന് സൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ വരത്തില്ല, ഞാൻ ആ പേപ്പേഴ്സ് കൊടുത്തയക്കാം. പിന്നെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ ഒറ്റ കുത്തിരിക്കേണ്ട ആവശ്യം എന്താ? വല്ല പഠിച്ചൂടി. ടൈപ്പ് പഠിക്കണം, അതിനുവേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തുതരാം. ആ, ചമ്മന്തി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കണ്ടാനം കഞ്ഞി കുടിച്ചു, വയറ് ഫുള്ളായി. ദേവകി, ആ ടവലെടുത്തു കൊടുത്തേ. അപ്പോ ഇവരുടെ താമസം ഉണ്ടല്ലേ? ആ, അത് നന്നായി. ശരി, ഞാൻ കൂടെ ചെല്ലട്ടെ. വീട്ടിൽ പെമ്പറന്ന് നടന്ന വെള്ളമായിരിക്കും. അന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഭാര്യ കൊണ്ടുവന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ ഒരു ദിവസം കൊണ്ടുവരാം. ഞങ്ങൾ ഒരുമിച്ചിറങ്ങാനാണേ ബുദ്ധിമുട്ട്. എനിക്ക് ഇണക്കം വരുമ്പോ അവക്ക് പിണക്കം വരും, അവക്ക് ഇണക്കം വരുമ്പോ എനിക്ക് ഇണക്കം വരും. ഈ ഇണക്കം പിണക്കം ഒന്ന് ഒത്തു വരട്ടെ. വരട്ടെ കുട്ടാ, നീ ഇവിടെ എന്താ പരിപാടി? ഫിഷ് മോളി കഴിച്ചിട്ടുണ്ടോ? എന്തോ ഫിഷ് മോളി. ആ, എന്നാ കഴിച്ചു നോക്കണം. ഞാൻ ഉണ്ടാക്കിയതാ. എന്ത് കുന്തം വേണേ കഴിക്കാം, പക്ഷെ ഇന്ന് എന്നെ വിട്ടേരും. ഞാൻ എന്താ വയറ് നിറച്ച് കഞ്ഞി കുടിച്ചിരുന്നിരിക്കുക. കഞ്ഞി കുടിച്ചോ? എവിടുന്ന്? അത് കഞ്ഞി എവിടുന്ന് കുടിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു വലിയ കഥയാണ്. എന്തോന്ന് കഥ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി വെറുതെ ഗോപിപ്പിള്ളയുടെ വീട്ടിലൊന്ന് കയറി. ഗോപിപ്പിള്ള കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ്. സാറിന് സ്വല്പ കഞ്ഞി കുടിച്ചൂടെ എന്നൊരു ചോദ്യം. അല്പം കുടിച്ചില്ലെങ്കിൽ ഞാൻ എസ് ആണെന്നുള്ള ജാട കാണിച്ചതായിട്ട് വരും. നോക്കിയപ്പോ ഫസ്റ്റ് ക്ലാസ് മാർക്കരൊക്കെയുണ്ട്. കഴിച്ച് വയറ് നിറഞ്ഞറിഞ്ഞില്ല. ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്? ഇനി ബഹളം ഉണ്ടാക്കാതെ ഇവിടെ എങ്ങനെ വേസ്റ്റ് ആവുന്നേ? ഇച്ചിരി വെള്ളം ഒഴിച്ചു വെക്കേ, അല്ലെ നാണയമില്ലേ? ആ, നാണയമേ ഒന്നും കഴിക്കത്തില്ല. ഓ, അവര് രാവിലെ ഫ്രൂട്ട് ജ്യൂസേ കഴിക്കത്തുള്ളായിരിക്കും. ഞാൻ കഴിക്കാൻ അവിടെ ഈ തറിയുടെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ള പഴഞ്ചോറ്.